ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. പുരോഹിതന്മാർ ഈ ഉമ്മത്തിനെ സാമ്പത്തികമായും വിശ്വാസപരമായും കൊള്ളയടിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു രംഗമാണത്. ആദ്യം നിങ്ങൾ അതൊന്ന് കാണുക, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാർ, അന്ന് താങ്കൾ ആ ലേഖനം തന്നെ ഒന്ന് വായിച്ചു. ഇതാണ് ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ. അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്. 100% ശരിയാണ്. ഫിറോസ് KP കരുളായി. എനിക്ക് ഈ ലിവർ സിറോസിസിന്റെ അസുഖമുണ്ട്. അപ്പോൾ ഞാനതിന് ഹോമിയോ മരുന്ന് കുറച്ച് കുടിച്ചു. അതിന് ശേഷം അതുകൊണ്ടൊരു സുഖം കാണാഞ്ഞപ്പോൾ പിന്നെ ആയുർവേദ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കേനി. അതുകൊണ്ട് എനിക്ക് ആശ്വാസം ഉണ്ടായിനി. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുടുംബങ്ങളെ സ്വാധീനിച്ച് ഈ മന്ത്രവാദികൾ പിന്നെ എന്നോട് പറഞ്ഞത് ലിവർ സിറോസിസ് അതില്ല, അങ്ങനെ ഒരു അസുഖം എനിക്കില്ല, വയറിൻ്റെ ഉള്ളിൽ ഗണപതിയാണ്, അപ്പോൾ ആ ഗണപതിനെ കൊന്നെങ്കിലേ എൻ്റെ അസുഖം മാറുള്ളൂ, അല്ലാത്ത വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ഒരു 26 ദിവസത്തോളം അവിടെ ചികിത്സിച്ച് അതിക്രൂരമായ ചികിത്സാ രീതികളെ ഒരു മരുന്ന് പോലും എന്നെ കുടിക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല. മരുന്ന് അത് മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ മരുന്ന് കുടിക്കാൻ പറ്റൂല, ഇത് മുസ്ലിം രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസമില്ലാത്ത ഞങ്ങളെ എൻ്റെ കുടുംബത്തിനെയൊക്കെ ഇവർ ചതിക്കുകയാണ് സർ. അതുകൊണ്ട് ഇവർക്കെതിരെ എന്തെങ്കിലും ശക്തമായ നടപടികൾ എടുക്കണം. ഇനി മേലിൽ എൻ്റെ ഒരു അനുഭവം വേറെ ആർക്കും സംഭവിക്കരുത്. അതുകൊണ്ട് ഈ അസുഖത്തിന് ഈ ചികിത്സയ്ക്ക് ശേഷം ഞാൻ ശാരീരികമായി ആകെ തളർന്നത്. എനിക്ക് ആരോഗ്യപരമായിട്ടും നടക്കാനും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. അതിന് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ. എൻ്റെ ശരീരം പറ്റ ക്ഷീണിച്ചു, പറ്റ തളർന്നു. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ ആയുർവേദ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ചികിത്സക്ക് ഇവരെ ഒരു ദിവസം എന്താവുമെന്ന് ഞാൻ ഞങ്ങൾ അന്വേഷിച്ചു. ഇവരോട് ചോദിച്ചു. ഇവർ പറഞ്ഞ് 10,000 ഉറുപ്പിക ഒരു ദിവസത്തിന്. അത് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ട് അതിന് ചരിത്രത്തിലെ ഏതോ ഒരു ഉദാഹരണം 100 ഒട്ടകമാണ് അതിന് പ്രതിഫലം കൊടുക്കേണ്ടത്. പക്ഷെ ഞങ്ങളത് ഒരു മര്യാദ 10,000 ഉറുപ്പികയാണ് ഒരു ദിവസത്തിന് എന്ന് പറയുന്നത്. അതിന് ക്യാഷ് ഒരെത്ര എൻ്റെ കുടുംബങ്ങളിൽ നിന്ന് പറ്റിയെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എനിക്കത് ശ്രദ്ധിക്കാനും കഴിഞ്ഞിട്ടില്ലേ. ഞാൻ അത്രത്തോളം തളർന്നു. എനിക്കൊരു 25 ദിവസത്തോളം പറഞ്ഞിട്ട് പ്രസംഗിച്ചില്ലേ, അതേ മഞ്ചേരിയിലെ സ്ഥാപനത്തിലാ കൊണ്ടുപോയി ആ കുഞ്ഞിനെ ഇട്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ഏറ്റവും വേദനയോടെ അയാൾ മരണപ്പെട്ടു.
ആ മരണം സംഭവിച്ചതിൻ്റെ പിറ്റേന്ന് ഈ ചെറുപ്പക്കാരൻ അയച്ച ക്ലിപ്പുകളുടെ അയാളുടെ വോയിസുകൾ, അയാൾ പറഞ്ഞ വാക്കുകൾ, മൗലവി ഒരു മനുഷ്യന് ലോകത്ത് ഈ ഒരു ദുരന്തം ഉണ്ടാകരുത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ എന്തും ചെയ്തുതരും. ആ മരിക്കുന്ന നേരത്ത് ആ കുട്ടി പറയാൻ, എന്തും ഞാൻ ചെയ്തുതരും, എവിടെയും ഞാൻ വരും എന്ന് പറയാൻ. അവസാനം അയാൾ മരിച്ചു. ഞാൻ അതിനുശേഷം പ്രസംഗിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞ് നിനക്കെതിരെ കേസ് കൊടുക്കുന്ന. നോക്ക, ഈ പറയുന്ന തോന്നിയാസം ചെയ്തവനെതിരെ പ്രസംഗിച്ചപ്പോ കേസ് കൊടുക്കും, കായക്കൊടിയെ ഈ മനസ്സിനെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്ന. ഞങ്ങൾ അന്തസ്സായിട്ട് വെല്ലുവിളിച്ചു, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ കേസ് കൊടുക്ക്. ഇപ്പോഴും ആ വെല്ലുവിളി നിൽക്കാണ്, കേസ് കൊടുക്ക. നിങ്ങൾ എന്തു വലിയ അപവാദവും, എന്തു വലിയ ഒരു അക്രമം, എത്ര വലിയ തോന്നിയാസം. ആ തോന്നിയാസാണ് ആ കുഞ്ഞിനോട്, ആ വ്യക്തിയോട് പറഞ്ഞു പഠിപ്പിച്ച് അവനെ ഇങ്ങനെ വളർത്തിയെടുത്തത്. ഇതിന് പറയുന്ന പേരാ മന്ത്രവാദം. ഈ മന്ത്രവാദത്തിന്റെ ഇടപെടലുകളുടെ ലിസ്റ്റ്, കണക്കുകൾ, തെളിവുകൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നിരവധി നിരത്തി വെക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പൊ ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വിഷയമാണ്. എൻ്റെ പ്രിയപ്പെട്ട വിസ്റ്റം സഹോദരങ്ങളോട് പറയാം, നിങ്ങളൊരു ലലാലത്തിൽ അകപ്പെട്ടുപോയി. നേർക്കുനേരെ പറയാലോ, എന്തിനാ വളച്ചുകെട്ടി സംസാരിക്കുന്നത്? ആ ലലാലത്ത് എന്ന് പറഞ്ഞാൽ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു തുടങ്ങിയ ലലാലത്താണ്. ദുർബലമായൊരു ഹദീസിന്റെ വാലിൽ തൂങ്ങി നിങ്ങൾ എരന്നു വാങ്ങിയ ലലാലത്താണ്. അവിടെ നിന്ന് പോയി ചാടിയത് എന്ന് പറഞ്ഞാൽ കുഫ്രിന്റെ ലോകത്താണ്, തൗഹീദിന്റെ ലോകമല്ലത്. വളരെ ഗൗരവമാണ്. എല്ലാം പോയില്ലേ, സമ്പത്തും പോയി, അതേപോലെ തന്നെ ഈമാനും പോയി. എന്താ അള്ളാഹ് പറഞ്ഞത്? അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളി അള്ളാഹുവിനുള്ളതാണ്, അവന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പടച്ച റബ്ബ് അവന്റെ ഖുർആനിലൂടെ ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ ദീനിനെ കുറിച്ച് കൃത്യമായ അറിവും വിവരവും ഇല്ലാത്ത പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊണ്ട് ഈ നിലക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതിപ്പോ നമ്മൾ കണ്ടത് മാത്രമാണ്, കാണാത്തത് വേറെ എത്രയോ ഉണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ വിസ്ഡം ഗ്രൂപ്പിൽ നിന്ന് പല ആൾക്കാരും എനിക്കെതിരെ സംസാരിക്കൂല, ശബ്ദം പുറത്തുവിടൂല, വേറെ ആൾക്കാരോട് സംസാരിപ്പിക്കുക. കാരണം അവർ ഇവിടെ 95% മുജാഹിദുകളും വന്നവർ ശിർക്ക് ചെയ്തതാ. ഒരു വിസ്ഡം വന്നിവിടെ വിസ്ഡത്തിനോട് ശിർക്കിന്റെ ചികിത്സ നടത്തിയിട്ടുണ്ടോ വെച്ചപ്പോ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഓത്താൻ തുടങ്ങിയപ്പോ പിന്നെ കംപ്ലീറ്റ് ശിർക്കിന്റെ കേന്ദ്ര ഹാദറാണിത്, മനസ്സിലായില്ലേ? അപ്പൊ ചോദിച്ചപ്പോ എണ്ണി കംപ്ലീറ്റ് എഴുതി വാങ്ങിച്ചു. മോർ ദാൻ 50 കൂടുതൽ മന്ത്രവാദികളെടുത്ത് പോയിട്ട് ചികിത്സിച്ച ആള് വിസ്ഡം എന്ന് പറഞ്ഞ് നടക്കുക. കുറ്റിപ്പുറം ത്തുള്ള ഒരു കോമരത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കോമരത്തിന് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്ത സംഭവമുണ്ട്. ഈ വിസ്ഡംകാരൻ കൊണ്ടേ കൊടുത്തുക. എന്നിട്ട് വിസ്ഡംകാരത്തിന് കള്ളും കുപ്പി കൈ പിടിക്കാനുള്ള മടി കൊണ്ട് ഒരു ആശാരനെ ആരോ കൂട്ടി. എന്നിട്ട് ഈ കോമരത്തിന്റെ അടുത്ത് പോയിട്ട് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്തിട്ട് ഈ കോഴീനെ അവിടെ വെച്ച് ബലിയർത്തിട്ടാണ് ചികിത്സിച്ചത്. അതാണ് വിസ്ഡത്തിന്റെ പാരമ്പര്യം. പറഞ്ഞിട്ട് കാര്യമില്ല, മുജാഹിദിന്റെ പാരമ്പര്യം. അതുപോലെ പിന്നെ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് മാസവരി സംഖ്യ, പൂജാരികൾക്ക് മാസവരി സംഖ്യ കൊടുക്കുന്ന മുജാഹിദുകൾ കേന്നന്മാരുണ്ടായിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ പിന്നെ പൂജാരികളെ കൊണ്ടുവന്നിട്ട് ഹോമകുണ്ടുണ്ടാക്കി ഏലക്കായും എരഞ്ഞിപ്പൂവും പാലപ്പൂവും ഒക്കെ വെച്ചുകൊണ്ട് ഹോമം നടത്തിയ മണ്ഡലം കമ്മിറ്റിന്റെ മെമ്പർമാരുണ്ട്. ഇയാളുടെ അളിയൻ ഭാര്യന്റെ ആങ്ങള പറഞ്ഞു, എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ പോകാത്ത അമ്പലമല്ല, അളിയൻ മണ്ഡലം കമ്മിറ്റിന്റെ ആളെ മുപ്പരതേ പറയൂ. ഇതുപോലുള്ള 100 കണക്കിന് വീഡിയോ, ഒരക്ഷരം വേണ്ടിട്ട് ഞങ്ങളെ വീഡിയോ അങ്ങനെ കണ്ടാൽ മനസ്സിലാവും. അതിലിട്ട് റെക്കോർഡ് ചെയ്താ, ഫുൾ ടൈം റെക്കോർഡാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇതുപോലുള്ള കേസുകൾ 100 കണക്കിന് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ പല പിന്നെ മുജാഹിദുകളും ഈ വിഷയത്തിൽ എന്റെ മുമ്പിൽ മിണ്ടാൻ കഴിയില്ല, നാവ് തുറക്കാൻ കഴിയില്ല. അപ്പോ ഷിർക്ക്, ബിദഅത്ത്, ഖുറാഫത്ത്, ഹറാമ് ആ വഴിക്ക് ഈ വർഗം ധാരാളം. 95% മുജാഹിദുകളും 95% മുജാഹിദുകളും ഷിർക്കിൽ അക്ബർ ചെയ്തതാ. ഏലസ്, ഐക്കല്ല്, ഉറുക്ക്, നൂല്, തങ്ങള്, മൂലിയാർ, ബീവിൻ, കണിയൻ, കണക്കൻ, പൊലിയൻ, അമ്പരം, ആൽത്തറ, പിന്നെ കോഴിനറക്കല്, ആടുനറക്കല്, ഇതുപോലുള്ള ചികിത്സകൾ ചെയ്തവരാ. അപ്പോൾ ദേവീ പൂജയിലേക്കും ഭൂതപൂജയിലേക്കും ജിന്നുപൂജയിലേക്കും ശവപൂജയിലേക്കും ജനങ്ങളെ കൊണ്ടുപോയി അവർക്ക് അന്ധവിശ്വാസങ്ങൾ പഠിപ്പിച്ച്
അവർക്ക് ശിർക്കൻ വിശ്വാസങ്ങൾ പഠിപ്പിച്ച് അവരെ ശിർക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവർക്ക് എങ്ങനെയാണ് വഹാബി ഉൽപ്പന്നമായ വ്യാജ ത്വരീഖത്തുകാരുടെ കള്ളപ്രചരണങ്ങൾ എതിർക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അത് സമസ്തക്കാർ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കൽ തന്നെ ഒരു കളവാണ്. അത് നിങ്ങളെ കൂടപ്പിറപ്പുമാണ്. ഇരിക്കട്ടെ, ഇനി അങ്ങനെ വരുത്തി തീർക്കാൻ നിങ്ങൾക്കെന്ത് യോഗ്യതയാണുള്ളത്? ഹുസൈൻ സലഫി അടക്കമുള്ളവർ മറുപടി പറയണം. എന്നിട്ട് ഇവരിങ്ങനെ പ്രാർത്ഥിക്കുക. ഇതാണ് നടക്കുന്നത്. ഹാരിസ് ഇബ്നു സലീം അദ്ദേഹം പ്രാർത്ഥനയും ഇബാദത്തും വരുമ്പോഴാണ് ശിർക്ക് വരുന്നത്. പ്രാർത്ഥനയില്ലാത്ത ഒരു കാര്യം, ഇബാദത്താവാത്ത ഒരു കാര്യത്തിൽ ശിർക്ക് വരുന്നില്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അത് ഉലമാക്കളൊക്കെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ തെളിവ് കൊണ്ടുവന്ന ആയത്തിലും അതിൻ്റെ തഫ്സീറിലും എന്ത് വേണം? പ്രാർത്ഥന എന്നുള്ളത് ഇല്ലാതിരിക്കുകയും മറിച്ച് ജിന്നിനോടായതാണ്, അല്ലെങ്കിൽ കല്ലിനോടായതാണ്, മരത്തോടായതാണ് ശിർക്ക്, പ്രാർത്ഥനയല്ല എന്ന് സ്ഥാപിക്കുന്ന എന്തെങ്കിലും ഒന്ന് വേണം. അതില്ല. ആ ജിന്നുവാദം എന്ന പ്രയോഗം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അത് പ്രത്യേകം പറയാണ്. അതേ സന്ദർഭത്തിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ഖാദിറല്ലാത്ത ഒന്നിനോട് ഒരു കാര്യം ചോദിക്കുന്നതെല്ലാം ശിർക്കാണോ? ഇത് ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു കല്ലിനോട് 10 രൂപ കടം ചോദിച്ചാൽ അയാൾ ആ കല്ല് കേൾക്കുമെന്നൊന്നും വിശ്വസിക്കുന്നില്ല, 10 രൂപ തരുമെന്നും വിശ്വസിക്കുന്നില്ല. കല്ലിനോട് 10 രൂപ കടം തരുമോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാണോ? അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഉപ്പ, നമ്മളുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ ഉപ്പയോടൊരു മകൻ ചോദിക്കുകയാണ്, ഉപ്പ വീടിൻ്റെ ആധാരം നിങ്ങൾ എവിടെയാണ് വെച്ചത്? അത് ഉപ്പ കേൾക്കുമെന്നോ ആധാരം എടുത്തു തരുമോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ശിർക്കല്ല. അപ്പോൾ ഖാദിറല്ല എന്നതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം ശിർക്കാവുകയില്ല. ജമാദാത്തുകളോടുള്ള സഹായ തേട്ടത്തിൽ ശിർക്കാകാത്തതുമുണ്ട് എന്നതിൻ്റെ ന്യായം എന്താണ് എന്ന് പറഞ്ഞാൽ, ജീവനില്ലാത്ത റൂഹില്ലാത്തവയോടുള്ള സഹായ തേട്ടത്തിൽ ശിർക്കാകാത്തതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ന്യായം എന്താണ്? അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാണ് അത് ശിർക്കാകാത്തത്. നമ്മൾ ജമാദാത്തുകളോട് നേരത്തെ പറഞ്ഞൊരു കല്ലിനോട് ഒരാൾക്ക് 10 രൂപ തരുമോ, അതല്ലെങ്കിൽ അങ്ങാടി പോയി എനിക്ക് മീൻ വാങ്ങിത്തരുമോ എന്നൊരു കല്ലിനോട് ഒരാൾ പറഞ്ഞാൽ അതൊരു വിഡ്ഢിത്തമായി, ഒരു വിവരക്കേടായി, അല്ലെങ്കിൽ ഒരാൾ നടത്തുന്ന തമാശയായിട്ടേ അതിനെ കരുതേണ്ടതുള്ളൂ. 9ാമത്തത്, ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കം ധാരാളം മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഡ്രസ്സും കൊണ്ട് ഒരു കല്ല് സഞ്ചരിച്ച സംഭവം എല്ലാവർക്കും അറിയാം. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ കല്ലിനോട് പറയുന്നുണ്ട്, യാ ഹജർ സൗബി, യാ ഹജർ സൗബി, ഓ കല്ലെ എൻ്റെ വസ്ത്രം തിരിച്ചുതാ, ഓ കല്ലെ എൻ്റെ വസ്ത്രം തിരിച്ചുതാ. ഇങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഷിർക്കിൻ്റെ പരിധിയിൽ വരുന്നതാണോ? നമ്മൾക്കൊരാൾ ബിംബം വെച്ചിട്ട് മരം വെട്ടാൻ ആള് വേണം, വിഗ്രഹമേ വന്ന് മരം വെട്ടു എന്നല്ല പറയാ. അതല്ലെങ്കിൽ കബറാളിടുക്കൽ പോയിട്ട് അതെ എനിക്ക് ഒരു കാവൽക്കാരന് വേണം, എങ്ങനെ എന്റെ ഒരു സെക്യൂരിറ്റി എന്റെ വീടിനെ മുൻനിർത്തണം, നിങ്ങൾ വന്നാൽ 15,000 മാസം ശമ്പളം തരാം എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ ജാറത്തിൽ പോകുന്നത്. നേരെ മറിച്ച് നിങ്ങൾ അവിടെ തേടും എന്ത്? ഇമ്മാ തലബല്ലിന ഫിഹി, അഭൗതികമായ ഉപകാരം. മനസ്സിലാക്കണം, ഭൗതികമായ നിലക്കല്ല, മനുഷ്യന്റെ കൈക്ക് നടക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു സഹാബിയും യാത്രയിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം, 2 മരത്തോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. പിന്നീട് അവയോട് തൽസ്ഥാനത്തേക്ക് മാറാൻ പറഞ്ഞു. അതൊക്കെ സംഭവിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്. എന്താണത്? ഈ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തിനോട് സംസാരിക്കാനും ആവശ്യപ്പെടാനുമാണല്ലോ പറഞ്ഞത്. അത് ശിർക്കാണോ? അത് ശിർക്കാവുകയില്ല. കാരണം തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് ചെയ്യാൻ ഒരിക്കലും ഒരു സ്വഹാബിയെ പ്രേരിപ്പിക്കില്ലല്ലോ. അപ്പോൾ ആ മരത്തോട് പോയി സംസാരിച്ചതിൽ പ്രാർത്ഥനയില്ല, ഇബാദത്തില്ല. അതുകൊണ്ട് മരമായാൽ അത് ശിർക്കാകുമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും അങ്ങനെ പറയാൻ ആ സ്വഹാബിയോട് ആവശ്യപ്പെടുകയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. നിങ്ങളോട് ആ വിഷയത്തിൽ ചോദിക്കാനുള്ള ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ട് ചെയ്ത ആ സ്വഹാബിയുടെ വിധി എന്താണ്? ആ സ്വഹാബി ആ മരത്തിനോട് പോയി സംസാരിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ വിധി എന്താണ്? അത് ശിർക്കായി തീർന്നിട്ടുണ്ടോ? അത് 11ാമത്തെ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരത്തോട് സംസാരിക്കാൻ പറയുക വഴി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ പറയുമോ? അതാണോ അള്ളാഹുവിൻ്റെ റസൂൽ ആവശ്യപ്പെട്ടത്? മർമ്മപ്രധാനമായ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമാനുഷിക ദൃഷ്ടാന്തമായി നൽകപ്പെടുന്ന കാര്യങ്ങൾ ശിർക്ക് ചെയ്യിപ്പിക്കുന്ന പണിയായി തീരുമോ? ഇപ്പോൾ വളരെ മർമ്മപ്രധാനമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മക്കളും മരുമക്കളും ഒക്കെ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ വേണ്ടി ഹജ്ജിനും ഉംറക്കും ഒക്കെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ അടുത്ത് കൊണ്ടുപോയി ക്യാഷ് കൊടുക്കും. അവരാരും ചിന്തിക്കാറില്ല വാപ്പിമ്മി ഹജ്ജിനോ ഉംറക്കൊക്കെ പോകട്ടെ എന്നാണ് അവരാഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് ആരുടെ കൂടെയാണ് പോകുന്നത്? ഏത് പുരോഹിതന്റെ കൂടെയാണ് പോകുന്നത്? ആരാണ് ഇവർക്ക് നേതൃത്വം നൽകുന്നത്? അയാളുടെ വിശ്വാസം എന്താണ്? നിങ്ങൾ ഇവിടെ ഇനി തെളിയിക്കേണ്ടത്, ആയത്തോതേണ്ടത് ഇസ്തിആനത്തുൽ ജിന്ന്, ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസവുമില്ലാതെ മുത്ലഖൻ ജിന്നാണോ ശിർക്കാണ്. അള്ളാന്റെ ഖുർആൻ ആയത്തോതണം. നിങ്ങൾ ആയത്ത് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അനസ്മുലിയോട് ഫോം വിളിച്ച് ചോദിക്കണം. ഇനി അധികമൊന്നും സംസാരിക്കണം. 2-3 ചോദ്യം വന്നല്ലോ. ഈ ആയത്ത് നിങ്ങൾ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള മറുപടി അപ്പൊ പറയാം. ആയത്തും അതനുസരിച്ച് അതിനുള്ള മറുപടി ചോദ്യങ്ങളും ഉണ്ടാവും. നിങ്ങളിപ്പോ ഉദ്ധരിച്ച പോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ തന്നെയാണ് ഒന്നാമത്തെ ആയത്ത്. ഒരു മിനിറ്റ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഒന്നാമത്തെ ആയത്തിന് എല്ലാവരും കേട്ടല്ലോ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിയിട്ട് നിങ്ങളല്ലാത്ത ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ വിശദീകരിച്ചിട്ടാന്ന് വായിക്കും. നിങ്ങളുടെ വിശദീകരണം പറ്റൂല. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ജിന്നിന് മാത്രമല്ലോ, ഇൻസിനും ബാധകല്ലേ? ഇൻസിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാവോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഇങ്ങനെ കൊടുക്കുന്നു വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് നിങ്ങൾ ഓതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളല്ലാത്ത ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ, സലഫി ലോകത്തുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിയിട്ട് ഇസ്തിആനത്തുൽ ജിന്ന് മുത്ലഖൻ ശിർക്കുൻ ബൈൻ എന്ന് പറഞ്ഞ ഒരൊറ്റ മുഫസ്സിറും പാടുന്നില്ല. ലോകത്തെ ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ, നിങ്ങളെ വാചകം പറ്റൂല, ലോകത്തുള്ള ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ ഉദ്ധരിച്ചായി പിന്നെ അടുത്ത നിങ്ങൾ വായിക്കണം. ഇവരെ ചൂഷണം ചെയ്യുമോ ഈ പുരോഹിതന്മാർ എന്നൊന്നും പലരും ആലോചിക്കാറില്ല. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ കള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. ജിന്നാണ്. ജിന്നയുടെ കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഇൻഷാ അല്ലാഹ് പറയാൻ പോകണം. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? പലരും വിചാരിച്ചിട്ടുള്ളത് അങ്ങോട്ട് പോയാൽ മതി ഏതെങ്കിലും ഗ്രൂപ്പിന്റെ കൂടെ എന്നാണ്. കാര്യമുണ്ടോ സഹോദരങ്ങളെ? ആലോചിക്കേണ്ടതില്ലേ? അതുകൊണ്ട് ഗൗരവമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഹജ്ജിനും ഉംറക്കും ഒക്കെ പോകുന്ന പറഞ്ഞയക്കുന്ന ആളുകൾ ആരുടെ കൂടെയാണ് പറഞ്ഞയക്കുന്നത്? ഇതിന് നേതൃത്വം നൽകുന്ന ആളുടെ വിശ്വാസം എന്താണ്? ശിർക്ക് ചെയ്യിപ്പിക്കുമോ? ജിന്നുകളുടെ കേൾവി എത്രയാണോ അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു, അയാൾ അറിയുന്നു, അവൻ നമ്മെ കാണുന്നു എന്നുള്ള വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള ഇടപാടുകൾ, ചോദ്യങ്ങൾ, വർത്തമാനങ്ങൾ അതിന് അഭൗതികമായ ചോദ്യം എന്ന് പറയില്ല, ഇബാദത്തായ ചോദ്യം എന്ന് പറയില്ല, അത് ദുആ എന്ന് പറയില്ല, അത് അഭൗതിക മാർഗത്തിലുള്ള ചോദ്യമല്ല. അതുകൊണ്ടാണ് അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ ചൂഷണം ചെയ്യുമോ? തെറ്റായ നിലക്ക് കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു കൊണ്ടുവരുമോ? അതൊക്കെ അതിനുള്ള യോഗ്യത ഇയാൾക്കുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ഉറപ്പുവരുത്തി തൗഹീദുള്ള ആളുകളുടെ കൂടെയല്ലാതെ നിങ്ങളുടെ വാപ്പാനി ഉമ്മാനിയൊക്കെ നിങ്ങൾ പറഞ്ഞയച്ചാൽ ഇതേപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുക. ജിന്നെ കാക്കണം എന്ന് പറഞ്ഞ ജിന്നുവാദി സംഘടന സ്ഥാപക നേതാവ്, അതിങ്ങക്കറിയാം. ഓരോരുത്തർ പാഞ്ഞ് സംഘടനക്കാരും ഓരിക്കാണെങ്കിൽ അതിന്റെ സ്ഥാപക നേതാവിന്റെ പേര് പോലും അറിയില്ല. പാഞ്ഞങ്ങ് കാര്യതാ. നിങ്ങളുടെ സംഘടനാ നേതാവിന്റെ പേരറിയാം നിങ്ങൾക്ക്? ഓറാടോ പറഞ്ഞത് പുയല് വീണവൻ പിന്നെ ഓറാടല്ല പറഞ്ഞത്. ചൂട്ടൽ കൊണ്ട് പോകുമ്പോ ജിന്നിനെയും കൂട്ടി പോയതാ ഒപ്പരോ പേടിക്ക്. അപ്പോൾ മീൻ കൊത്തി വലിച്ച് മീൻ കൊത്തി വലിച്ചിട്ട് പിടിക്കട്ടെ ജിന്നെ എന്ന് പറഞ്ഞ്
എന്നിട്ട് തിരിഞ്ഞ് നമ്മൾ അവിടെ അയക്കുന്നേ പിടിക്കണ എന്ന് പറഞ്ഞാൽ ചെറുക്കാണോ നമ്മളെ പേടിപ്പിക്കും. എന്നിട്ട് ഈ ചങ്ങായിക്ക് ഇതുവരെ മനസ്സിലാക്കില്ല ആരാ പറഞ്ഞെന്ന്. പുഴയില് വീണിട്ട് വിളിക്കല് മാത്രല്ല, അയാള് വ്യക്തമാക്കി തന്നെ മീൻ പിടിക്കാൻ പോകുമ്പോ മടക്കോ. പുഴയില് വീണാൽ തന്നെയല്ല, പുഴക്കരയെ കൂടി നടന്നു പോവല്ലേ, മീൻ പിടിക്കുമ്പോണ്ട പുഴത്തുള്ളവർ ആരെയും. എന്നിട്ടും ചങ്ങായി പുഴയില് വീണു പോയി. എന്നിട്ട് പുഴയില് വീണുപോയി. വീടിനടുത്തൊന്ന് പിടിക്കണ നിന്നെ. എന്റെ ചിന്നുവാദികളെ എങ്ങളെ കൊണ്ട് തിരിച്ച് അല്പം മരിച്ചു. മുജാഹിദുകൾ ഈ വിഷയത്തിൽ പണ്ടെന്ത് പറഞ്ഞു അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. അതെ, ഇസ്ലാഹ് മാസികയിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്നു. അതെ, ഇസ്ലാഹ് മാസികയിലൂടെ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നു എന്ന്. അതെ, അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ അതെ ഈ ഉള്ളവൻ അന്ന് തന്നെ ഈ ഉള്ളവനും അതുപോലെ തന്നെ ഇന്നപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹിതന്മാരും അടങ്ങുന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ശരിയാണ്, നിഷേധിക്കാമോ എന്നോട് പലരും വെല്ലുവിളിക്കുന്നുണ്ട്. ഞാനെന്തിന് നിഷേധിക്കണം? പോയിട്ടുണ്ട്. മൗലവി അത് ശിർക്കാണെന്ന് പറയാനല്ല പോയത്, മറിച്ച് എന്തിനാ പോയത്? നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ ഈ ഉദ്ധരണിയെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു വിശദീകരണം ആവശ്യമാണ്. അതേ, ആ നിലക്കുള്ള ചർച്ചകൾക്കൊടുവിൽ ഞാനും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് 2008 ജനുവരിയിലെ ഇസ്ലാഹ് മാസികയിൽ കൊടുത്തതെന്താ? ഇസ്ലാഹിൽ ശിർക്ക് വന്നു പോയിരിക്കുന്നു, തിരുത്തുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിലക്ക് ജബ്ബാർ മൗലവി അവിടെ ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക, ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നത് വിശദീകരിക്കുന്ന മധ്യേ അദ്ദേഹം പറഞ്ഞതാണ്. അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നതിൽ നിന്ന് വരുമോ? ഉദാഹരണം പോലും വന്ന് ഞങ്ങൾ എഴുതിക്കൊടുത്തില്ലേ? മദ്യപാനം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹലാലാണെന്ന് കിട്ടുമോ, അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ എഴുതി ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. ആരാണ് അതിൽ നിന്ന് വഴിമാറിപ്പോയത്? എന്റെ ഒപ്പം അതിന് വന്നവരുന്നതിൽ നിന്ന് വഴിമാറിപ്പോയില്ലേ? അവർക്കന്നത് ശിർക്കാണെന്ന് വാദമുണ്ടോ? എങ്കിൽ അവരും ഞാനും കൂടി ചേർന്നേടിയതിൽ എന്തേ അക്കാര്യം പറയാതെ മൂടിവെച്ചത്? എന്തേ അന്നത് ശിർക്കാണെന്ന് എഴുതി വെക്കാഞ്ഞത്? മറിച്ച് അതിന്റെ കൃത്യമായ വിവരണമല്ലേ കൊടുത്തത്? അതിൽ നിന്ന് മാറിയിട്ടിപ്പോൾ അവസാനം ആ രൂപത്തിലതാ മുശ്രിക്കാക്കൽ പ്രവണതയിലേക്ക് നീങ്ങിയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. ഇതിന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.